കാസർഗോഡ് ബന്ദിയോട് DM ആശുപത്രിയിലെ നഴ്സിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി സ്മൃതിയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. AK അഭിലാഷ്, എപ്പോഴാണ് സ്മൃതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? സുജിയ, ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ബന്ദിയോട് ആശുപത്രിയുടെ ക്വാർട്ടേഴ്സിൽ ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ സ്മൃതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്മൃതിയുടെ മൃതദേഹം നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു, കാലുകൾ നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട്, മരണത്തിൽ ദുരൂഹതയുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കുമ്പള പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കുമ്പള പോലീസ് പറയുന്നത് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞതായും അവർ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ സഹോദരി പറയുന്ന കാര്യം, ഇന്നലെ രാവിലെ മുതൽ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടു. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നത്. ഏതായാലും ആശുപത്രി അധികൃതർ ഇന്നലെ 12 മണിയോടുകൂടി തന്നെ ഈ ക്വാർട്ടേഴ്സിലെത്തി വാതിൽ, അടച്ചിട്ട നിലയിലുള്ള വാതിൽ തള്ളി തുറന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആശുപത്രിയിൽ ഒരു യോഗം ചേരുകയും ഈ കുട്ടിയെ ആ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഏതാണ്ട് 3 മിനിറ്റ് മാത്രമാണ് ഈ പെൺകുട്ടി ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം ഈ ക്വാർട്ടേഴ്സിൽ തിരിച്ചു പോയതിനു ശേഷമാണ് പെൺകുട്ടി ഈ സൂയിസൈഡ്, അതായത് ആത്മഹത്യ ചെയ്ത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പോലീസ് പറയുന്നത് ഈ ആത്മഹത്യ തന്നെയാണ് എന്നുള്ള കാര്യത്തിലാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഏതായാലും കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണവുമായി തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബന്ധുക്കൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, കാസർഗോഡ് എത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളും മറ്റ് പരിശോധനകളും ഒക്കെ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സുജയ. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോട്ടാണ് നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.